അപ്പോ നന്ദനാര് അതിയായിട്ടുള്ള സന്തോഷത്തോടു കൂടി വലിയ ഭാണ്ഡമൊക്കെ കെട്ടി ഭഗവാനെ കാണാനായിട്ട് ഓടിപ്പോവാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണത്. അങ്ങനെ അദ്ദേഹം എത്തിക്കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം ഇല്ലല്ലോ, പുറത്ത് നിന്നിട്ട് ഭഗവാനെ തൊഴാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ നന്ദികേശ്വരനുണ്ടല്ലോ, നടക്കി നേരെ ഭഗവാന്റെ മുന്നിലാണല്ലോ എപ്പോഴും ഇരിക്കുക, അപ്പൊ നടക്കി നേരെ ഇരിക്കുന്ന കണ്ടു. ഇതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നന്ദനാർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം നന്ദികേശ്വരനോട് പറഞ്ഞു, ഇത്തിരി ഒന്ന് ചെരിഞ്ഞിരിക്കുവോ, എനിക്കൊന്ന് ഭഗവാനെ കാണാനാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരെ നിന്ന് വന്നതാണ്. അപ്പൊ നന്ദികേശ്വരൻ പറഞ്ഞു, പറ്റില്ല, ഭഗവാൻ എന്റെ യജമാനനാണ്, അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെയാണ് എന്റെ സ്ഥാനം, ഞാൻ ഒരു നെല്ലിട പോലും മാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞ് ഭഗവാനെ വിളിച്ചു. അപ്പൊ ഭഗവാൻ അകത്ത് നിന്ന് നന്ദികേശ്വരനോട് പറഞ്ഞു, നന്ദി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളാണ് മുന്നിൽ വന്നിരിക്കുന്നത്, ഒരല്പം ചെരിഞ്ഞിരിക്കുമെന്ന്. അങ്ങനെ നന്ദി ഒരല്പം ചെരിഞ്ഞിരിക്കുകയും നന്ദനാര് മതിയാവോളം തന്റെ കൺകുളിർക്കെ ഭഗവാനെ കണ്ട് വണങ്ങി അദ്ദേഹത്തിന്റെ ജന്മലക്ഷ്യം പൂർത്തീകരിച്ചു. അപ്പൊ ഭഗവാനെ കാണണമെന്ന് നമുക്ക് അത്രയധികം ആഗ്രഹം ഉണ്ടായാൽ ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് നമ്മളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളും.